വെൽക്കം ടു സീമൽ ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ലിറ്ററേച്ചറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഏതെല്ലാം ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയാം. യൂണിറ്റ് 2-നകത്ത് എഡ്വേർഡിയൻ ഇറ, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എഡ്വേർഡിയൻ പോയിൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ്, ഐറിഷ് ലിറ്റററി റിവൈവൽ, poets of World War, Imagism, Modernist Poetry, Poets of the 30s, അതിനകത്ത് ഓക്സ്ഫോർഡ് പോയിറ്റ്സ് വരുന്നുണ്ട്, പാലൻ പോയിറ്റ്സ് വരുന്നുണ്ട്, സെറിയലിസം ഇൻ പോയട്രി, ദെൻ ഫൈനലി ന്യൂ അപ്പോക്കാലിപ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്ഷൻ എടുക്കുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, വളരെ ഷോർട്ടായി മനസ്സിലാക്കേണ്ടതായി മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് നെയിം 2 എഡ്വേർഡിയൻ പോയിൻറ്റ്സ്, ഇമേജിസം, ഡിസ്കസ് ദ റോൾ ഓഫ് സെറിയലിസം ഇൻ ദ പോയട്രി ഓഫ് ഡിലാൻ തോമസ്, നെയിം 2 പാലൻ പോയിൻറ്റ്സ്, എക്സ്പ്ലോർ ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ പോയട്രി. അപ്പോൾ ഇവിടെ 2 മാർക്സിനായിരിക്കാം എഡ്വേർഡിയൻ പോയിറ്റ്സിന് നെയിം എഴുതാൻ പറയുന്നത്, അതുപോലെ ഇമേജിസം എന്താണെന്നൊരു 2-3 ലൈൻസിൽ എഴുതാൻ പറയുന്നത്, അതുപോലെ നെയിം 2 പാലൻ പോയിൻറ്റ്സ്, എല്ലാം 2 മാർക്സിനായിരിക്കും. ഇനി ഒരു 5 മാർക്സിനാണെങ്കിൽ ഡിസ്കസ് ദ റോൾ ഓഫ് സെറിയലിസം ഇൻ ദ പോയട്രി ഓഫ് ഡിലാൻ തോമസ്. അപ്പോൾ ഡിലാൻ തോമസിൻ്റെ പോയട്രിയിലെ സെറിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിൻ്റെ റോൾ എന്താണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് സെറിയലിസം എന്ന് ജനറലായിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലാൻ തോമസിൻ്റെ പോയട്രിയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. ദെൻ എക്സ്പ്ലോർ ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ പോയട്രി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ദ എഡ്വേർഡിയൻ ഇറ. അപ്പോൾ എഡ്വേർഡിയൻ ഇറയെക്കുറിച്ച് മുന്നേ നമ്മൾ ക്ലാസ്സിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ക്ലാസ് ഡൈനാമിക്സ്, ഒരു വർഗഘടനയിൽ വന്നൊരു മാറ്റം, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ പ്രഭുക്കന്മാർക്ക് സ്വാധീനം കുറച്ച് കുറയുകയും ഒരു മധ്യവർഗം ശക്തി പ്രാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, സാമ്പത്തിക വളർച്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ക്ലാസ്സിന് കുറച്ച് കൂടുതൽ ശക്തമായ സ്വാധീനം സമൂഹത്തിൽ ലഭിച്ചു എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ എഡ്വേർഡിയൻ കാലഘട്ടത്തിലെ ഈ ഒരു ക്ലാസ് ഡൈനാമിക്സ്, അത് ഈ വർഗഘടനയിൽ പഴയതും, അത് മുന്നേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ പുതിയതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് വരാൻ തുടങ്ങി. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞു പരമ്പരാഗതമായി പ്രഭുക്കന്മാർക്ക് ഒരു സ്വാധീനമുണ്ടായിരുന്നു. ആ പ്രഭുക്കന്മാർക്ക് ഇപ്പോഴും വലിയ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, സാമ്പത്തിക വളർച്ചയും വന്നു. അപ്പോൾ അത് കാരണം ഈ മിഡിൽ ക്ലാസ് കുറച്ചുകൂടി ശക്തമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് കൺസിസ്റ്റഡ് ഓഫ് പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ബിസിനസ്മെൻ ആൻഡ് ഫാക്ടറി ഓണേഴ്സ്. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അവർക്ക് മധ്യവർഗം സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കുകയും സമൂഹത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രഭുക്കന്മാർക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന അതുപോലെയാണ് തോന്നിയിട്ടുള്ളത്, അതുപോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഒരു വൈവിധ്യമായ ഒരു സാമൂഹിക ഘടനയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ കൂടുതൽ വരുമാനം വന്നു, അവർക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സംസ്കാരവും വികസിച്ചു. ഇവിടെ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് ദേ എൻജോയ്ഡ് ന്യൂ ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ലൈക്ക് തിയേറ്റർ, മ്യൂസിക് ഹാൾസ് ആൻഡ് സ്പോർട്സ്. അതായത് പുതിയ രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങി. മാത്രമല്ല കുറച്ചും കൂടി വിലയേറിയ വസ്തുക്കളൊക്കെ ആവശ്യം വർദ്ധിച്ചു വന്നു. അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വേൾഡ് വാറിൻ്റെ ആ ഒരു രീതിയിലുള്ള സാമ്പത്തിക അസമത്വങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൂടി ഈ മിഡിൽ ക്ലാസ്സിന് കുറച്ച് കൂടുതൽ സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ളൊരു സാമൂഹിക മാറ്റങ്ങൾ അവിടെ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്കണോമിക് ഡിസ്പാരിറ്റീസ് അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ വർക്കിംഗ് ക്ലാസ് വളരെ ഹാർഷായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ലോ വേജസ്, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള സാലറി ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ താമസ സൗകര്യമാണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് ആ ഒരു അസമത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഇനീക്വാലിറ്റീസ് അത് ഒരുപാട് സോഷ്യൽ ടെൻഷൻസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതുവഴി ഒരു സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ജെൻഡർ റോൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ വാല്യൂസ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നിൽ കൂടി ഇവിടെ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിനുള്ള അംഗീകാരം ലഭിക്കുകയും ഈ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി. അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലികൾക്ക് പുറമെ വിദ്യാഭ്യാസം നേടാനും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കാനുമൊക്കെ അങ്ങനെയുള്ള ജോലികളിലേക്ക് പ്രവേശിക്കാനുമൊക്കെ അവർ വളരെയധികം സ്ത്രീകൾ ശ്രമിച്ചിരുന്നു. എങ്കിലും ഈ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തുല്യ അവസരങ്ങളിലും നേടിയെടുക്കുന്നതിൽ സ്ത്രീകൾക്ക് അപ്പോഴും വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് സ്ത്രീകൾ ഇവിടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അവർക്ക് തുല്യത വന്നു എങ്കിൽ കൂടിയും അവിടെയും പലപ്പോഴും ഈ ഒരു പിന്നോക്കം നിർത്തുന്ന ഒരു തൊഴിലവസരങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ആ ഒരു രീതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്വേർഡ് സെവൻത്ത് അദ്ദേഹം കൂടുതലായിട്ടും ഡിപ്ലോമസിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ബ്രിട്ടൻ്റെ ഈ ഗ്ലോബൽ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും യൂറോപ്പിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അദ്ദേഹം കൂടുതലായിട്ടും പരിശ്രമിച്ചിരുന്നു. അതുപോലെ റിഫോംസ് കണ്ടിന്യൂ ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഇവിടെ ഭവന, ശുചിത്വ, തൊഴിൽ സാഹചര്യങ്ങളിൽ നിയമങ്ങൾ വന്നു. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ മുക്കും മൂലയിലും കൃത്യമായ രീതിയിൽ നിയമപ്രകാരമുള്ള മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് 1911 നാഷണൽ ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിലൂടെ ബ്രിട്ടനിലൊരു ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പ്പായിരുന്നു ഈ നാഷണൽ ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് ജോർജ് ബെർണാഡ് ഷോ പോലെയുള്ള എഴുത്തുകാർ സാമൂഹിക വിമർശനം, അതുപോലെ ഈ ഒരു ജെൻഡർ റോൾസ്, അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ കൂടുതലായിട്ടും അവരുടെ വർക്കിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ വർക്കിനകത്ത് ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പരമ്പരാഗതമായ മൂല്യങ്ങളെ ചോദ്യം ചെയ്ത് സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന രീതിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അതുപോലെ പുതിയൊരു മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പ്പും പോലെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുന്നത് എഡ്വേർഡിയൻ പോയറ്റ്സ്. The Edwardian poets displayed a wide variety of styles, reflecting a period of transition between Victorian tradition and emerging modernism. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അതായത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ആ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ആധുനികത എന്ന് പറയുന്ന മോഡേണിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിനകത്ത് ഉയർന്നു വരുന്ന ചിന്താഗതികൾ, അത് രണ്ടും തമ്മിൽ ഉള്ള മാറ്റങ്ങളും അതൊരു പുതിയൊരു ട്രാൻസിഷൻ, ഒരു പരിവർത്തനത്തിലേക്ക് എത്തുന്ന പോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു രീതിയിലാണ് എഡ്വേർഡിയൻ കവികൾ, എഡ്വേർഡിയൻ പോയറ്റ്സ് അവരുടെ വർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി റൈറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സം പോയറ്റ്സ് കണ്ടിന്യൂ ടു യൂസ് ട്രഡീഷണൽ ഫോംസ് ഫോക്കസിങ് ഓൺ ബ്യൂട്ടി, ലവ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ട്രഡീഷണൽ ഫോംസ് എന്ന് പറയുന്നത് കൂടുതൽ ഇമാജിനേഷന് പ്രാധാന്യമുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോക്കസിങ് ഓൺ ബ്യൂട്ടി, ലവ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. കാരണം ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. ലോകമഹായുദ്ധങ്ങൾ നടന്നു, ആഗോളപരമായ ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മാറി അത്രയും സംഘർഷഭരിതമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരുടെ എഴുത്തുകളൊക്കെ അങ്ങനെയാണ് വരേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ചില കവികൾ മുന്നേയുള്ള ട്രഡീഷണൽ ഫോംസ്, അപ്പോൾ ഫോക്കസിങ് ഓൺ ബ്യൂട്ടി, ലവ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് ഇത് എഴുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പോംസ് എന്ന് പറയുന്നത് their poems often had rich imagery and lyrical language to explore desire, passion and existential questions. എന്നാൽ മറ്റ് ചില പോയറ്റ്സ് they began experimenting with new techniques ആൻഡ് അൺകൺവെൻഷണൽ സബ്ജക്ട്സ്. എന്നാൽ അതേസമയം മറ്റുള്ള ആ കാലഘട്ടത്തിൽ തന്നെ മറ്റുള്ള എഴുത്തുകാർ പഴയ രീതിയിൽ നിന്നും മാറി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ രീതിയിലുള്ള ടെക്നിക്സിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് എഴുതാനുമൊക്കെ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളും ഈ സമയത്തുണ്ടായിരുന്നു.
So many Edwardian poets also engaged with the social realities of their time. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മിക്ക എഡ്വേർഡിയൻ പോയിറ്റ്സും കൂടുതലായിട്ടും എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് ദ സോഷ്യൽ റിയാലിറ്റീസ് ഓഫ് ദെയർ ടൈം. അവരുടെ കാലഘട്ടത്തിലെ സാമൂഹികമായ പ്രശ്നങ്ങൾ, യാഥാർത്ഥ്യങ്ങളാണ് എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ദേ റോട്ട് അബൌട്ട് സോഷ്യൽ ഇൻഇക്വാലിറ്റി, ക്ലാസ് ഡിവിഷൻസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. നമ്മൾ നേരത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവികൾ അവരുടെ വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. മറ്റുള്ള തീംസ് നോക്കുന്ന സമയത്ത് സം ലാമെൻറ്റഡ് ദ ലോസ് ഓഫ് റൂറൽ ലൈഫ് ആൻഡ് അലിനേഷൻ ഫെൽറ്റ് ഇൻ ഗ്രോയിങ് സിറ്റീസ്. അതായത് ഇപ്പോൾ ഗ്രാമത്തിലെ ജീവിതം, അതിൻ്റെ ഭംഗിയൊക്കെ ഒരു സമയത്ത് ആസ്വദിച്ചിരുന്നു. അതിൽ നിന്ന് മാറി നഗരത്തിലെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ചിന്താഗതികൾ വന്നു. അപ്പോൾ ആ ഒരു വിഷമം, ഗ്രാമീണമായ പശ്ചാത്തലങ്ങളും ആ ഒരു പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിറം ഭംഗി മാഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഇല്ലാതാവുന്നുണ്ടോ എന്നുള്ള വിഷമം, ആ ഒരു സങ്കടം ചില കവികൾ അവരുടെ വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നാഷണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി വാസ് അനദർ കീ തീംസ്. ലാസ്റ്റ് പറയുന്നത് സം പോയിറ്റ്സ് റിഫ്ലക്റ്റഡ് ഓൺ നാഷണലിസം, പാട്രിയോട്ടിസം ആൻഡ് ദ ബ്രിട്ടീഷ് എംപയർ. അതായത് ദേശീയതയും അതുപോലെ പാട്രിയോട്ടിസം, ബ്രിട്ടീഷ് എംപയർ അങ്ങനെയുള്ള വിഷയങ്ങൾ ചില കവികൾ എടുത്തെഴുതി കഴിഞ്ഞ സമയത്ത് മറ്റു ചിലർ ദ എക്സാമിൻ ദ ടെൻഷൻസ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഇറ്റ്സ് കോളനീസ്, അത് സെലിബ്രേറ്റഡ് ഡൈവേഴ്സിറ്റി വിത്തിൻ ദ എംപയർ. അപ്പോൾ ചില ആളുകൾ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് കൂടുതലും അവരുടെ കവിതകളിലൂടെ കാണിച്ച സമയത്ത് മറ്റു ചിലർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ സംസ്കാരങ്ങളുടെ വൈവിധ്യത്തെ ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ എഴുത്തുകാരും ഒരേ കാലഘട്ടത്തിൽ തന്നെ ഓരോ എഴുത്തുകാരും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി എഡ്വേർഡിയൻ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള എഴുത്തുകാരിലൊരാളാണ്, കവികളിലൊരാളാണ് ജോൺ മെയ്സ്ഫീൽഡ്. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഡ്വേർഡിയൻ പോയറ്റ്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 14 ഏജിൽ തന്നെ അദ്ദേഹം ഒരു മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെയധികം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയിട്രി എ സ്ട്രോങ് സെൻസ് ഓഫ് അഡ്വെഞ്ചർ ആൻഡ് മാരിടൈം ലൈഫ്. ഇപ്പോൾ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളുടെയും ഒരു ടോട്ടലി സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് മോസ്റ്റ് ഫേമസ് പോയം സീ ഫീവർ ക്യാപ്ചേഴ്സ് ദ ലോങ്ങിങ് ഫോർ ദ ഓപ്പൺ സീ ആൻഡ് ഫ്രീഡം റെപ്രസെൻറ്റ്സ്. ഇപ്പോൾ ഇദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഷ ആ ഒരു രീതിയിലാണ്. ഈ സീ ഫീവർ എന്ന് പറയുന്ന കവിതയും ഏകദേശം അതുപോലെ തന്നെയാണ്. ബിയോണ്ട് പോയട്രി, മെയ്സ്ഫീൽഡ് റോട്ട് പ്ലേസ് ലൈക്ക് ദ ട്രാജഡി ഓഫ് നാൻ ആൻഡ് ചിൽഡ്രൻസ് നോവൽസ് ലൈക്ക് ദ ബോക്സ് ഓഫ് ഡിലൈറ്റ്. പിന്നെ അദ്ദേഹം കൂടുതലായിട്ടും എഴുതുന്ന കവിതകൾ ഹി റോട്ട് പോയിംസ് ഫോർ നാഷണൽ ഒക്കേഷൻസ് ആൻഡ് വർക്ക് ടു പ്രൊമോട്ട് പോയട്രി അക്രോസ് ദ കൺട്രി. കൂടുതലും ഇങ്ങനെ ദേശീയ അവസരങ്ങൾ കവിത എഴുതുന്ന രീതിയും അതേപോലെ തന്നെ രാജ്യത്ത് കവിതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാൾട്ടർ ഡി ല മേയർ. അദ്ദേഹം വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തിലും എഡ്വേർഡിയൻ കാലഘട്ടത്തിലും അതുപോലെ തന്നെ 20th സെഞ്ച്വറിയുടെ ആദ്യ സമയത്തുമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. ഹി വാസ് എ പോയിറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ നോൺ ഫോർ ഹിസ് ലിറിക്കൽ ബ്യൂട്ടി ആൻഡ് ഡീപ്പ് ഇമാജിനേഷൻ. ദെൻ ഹിസ് പോയട്രി ഈസ് മാർക്ക്ഡ് ബൈ മ്യൂസിക്കാലിറ്റി, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് എ സെൻസ് ഓഫ് മിസ്റ്ററി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ സംഗീതാത്മകമാണ്, അതുപോലെ നിഗൂഢവുമാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് സോങ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. അതായത് മിക്കപ്പോഴും വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ഒരു മനോഹരമായ ലോകം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഈ കുട്ടികളുടെ ഒരു ലോകത്ത് മാത്രം എഴുതിയിരുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് കുറച്ചുകൂടി പുതിയ തീമിലേക്ക് അദ്ദേഹം വഴിമാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് he explored deeper and more philosophical themes such as the nature of existence, the mysteries of the universe and the hidden depths of the human mind. അതായത് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങൾ, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ,
അങ്ങനെയുള്ള വളരെ സങ്കീർണമായതും ഫിലോസഫിക്കലായതുമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം പിന്നീട് കൂടുതൽ എഴുതാൻ തുടങ്ങി. ഇപ്പം തൊട്ട് മുന്നേ വരെ കുട്ടികളുടെ ലോകത്താണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി അദ്ദേഹം കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് എഴുതാൻ തുടങ്ങി. De la Mare was also a skilled prose writer. His novel Memoirs of a Midget, it exposed themes of identity, loneliness, and the search for meaning in a world that often feels indifferent. The novel shows his talent for psychological insight and complex storytelling. കവിയാണ് അദ്ദേഹം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പ്രോസ് റൈറ്ററാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് മെമ്മേഴ്സ് ഓഫ് എ മിഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള തീം എന്ന് പറയുന്നത് ഏകാന്തതയുണ്ട്, അതുപോലെ അർത്ഥമില്ലാത്തൊരു ലോകത്ത് അർത്ഥം തേടുന്ന മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പ്രധാന വിഷയമാക്കി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ മാനസികാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തക്കവണ്ണം അത്രയും അദ്ദേഹം ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത് എന്നുള്ളത് അതിൻ്റെ എഴുത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നോവൽസിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ് ആർ എസ്പെഷ്യലി ഫേമസ് ഫോർ ദിയർ അറ്റ്മോസ്ഫിയർ. അതായത് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തീംസായിട്ട് അദ്ദേഹം പറയുന്നത് സാധാരണ ജീവിതം, അതുപോലെ അമാനുഷികത, നിഗൂഢത എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇപ്പോൾ വായനക്കാർക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നുന്ന സ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും വിചിത്രമായ സംഭവങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ചുരുക്കത്തിൽ ഹിസ് വർക്ക് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു ബ്ലെൻഡ് ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി. അതായത് ഭംഗിയും സൗന്ദര്യവും നിഗൂഢതയും ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മിക്കപ്പോഴും എഴുതുന്നത്. അതേപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടും എഴുതുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അദ്ദേഹം ഈ റിയാലിറ്റിയും അതുപോലെ ഈ സ്വപ്നങ്ങളും എല്ലാം കൂട്ടിക്കലർന്ന ഒരു ലോകമാണ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് വിക്ടോറിയൻ റൊമാൻറ്റിസിസവും അതുപോലെ 20th സെഞ്ച്വറിയിലെ ഈ ആധുനിക മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഇന്നർ മൈൻഡ്, അതായത് ആധുനിക മനഃശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങളും എല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കിട്ടും. അതായത് അദ്ദേഹം വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ എല്ലാ ആശയങ്ങളും അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ മോഡേണിറ്റിയിലേക്കുള്ള ഒരു പുതിയ ഒരു ചായ്വ് എന്ന രീതിയിലും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ദെൻ എഡ്വേർഡിയൻ പോയിൻറ്റ്സിലെ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് A.E. ഹൗസ്മാൻ. He was an English poet and classical scholar whose work is known for its lyrical beauty and deep melancholy. അദ്ദേഹത്തിൻ്റെ 63 പോയിംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കളക്ഷനകത്ത് വളരെ സിമ്പിളായ ഡയറക്റ്റ് ലാംഗ്വേജിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്, ഓഫൺ യൂസിങ് ട്രഡീഷണൽ ബാലഡ് ഫോം. ദെൻ അതിനകത്തുള്ള മേജർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പോട്രി, റൂറൽ ഇംഗ്ലണ്ട് വിത്ത് എ സെൻസ് ഓഫ് നെസ്റ്റാൾജിയ ആൻഡ് ലോങ്ങിങ്. Central themes are youth, love, death, etc. Then his poem reflects on the fragility of life, the certainty of death. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും അതുപോലെ തീം, ഏത് ലാംഗ്വേജ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ A.E. ഹൗസ്മാനെ കുറിച്ച് പറയുന്നത്. സോ നെക്സ്റ്റ് ഒരു ക്ലാസ്സിനകത്ത് യൂണിറ്റ് 2-നകത്തുള്ള പ്രധാനപ്പെട്ട ഇമേജസും വേൾഡ് വാർ ഫസ്റ്റിലെ പോയിൻറ്റ്സുകൾ എങ്ങനെയാണ് അവരുടെ കവിതകളിൽ രണ്ട് ലോക മഹായുദ്ധങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, അപ്പോൾ അത്രയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെക്കൻഡ് യൂണിറ്റിനകത്ത് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.